നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് മലയാളം മുൻവർഷ ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, വ്യയം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? വ്യയം എന്ന പദത്തിൻ്റെ വിപരീത പദം. ഓപ്ഷൻ എ മിതവ്യയം, ഓപ്ഷൻ ബി ദുർവ്യയം, ഓപ്ഷൻ സി ആയം, ഓപ്ഷൻ ഡി ന്യായം. ഏതാണ്? വ്യയം എന്ന പദത്തിൻ്റെ വിപരീത പദം ആയമാണ്. രണ്ടാമത്തെ ചോദ്യം, ഋജുവിൻ്റെ ഭാവം എന്നതിൻ്റെ ഒറ്റപ്പദം എന്താണ്? ഋജുവിൻ്റെ ഭാവം എന്നതിൻ്റെ ഒറ്റപ്പദം ആർജവമാണ്. ഋജുവിൻ്റെ ഭാവം എന്നതിൻ്റെ ഒറ്റപ്പദം ഏതാണ്? ഓപ്ഷൻ ഡി ആർജവമാണ്. അടുത്ത ചോദ്യം നോക്കാം. അദ്ദേഹത്തിൻ്റെ നന്മകൾ കുടത്തിലെ വിളക്കിനോട് തുല്യപ്പെടുത്താനാകും. അടിവരയിട്ട ശൈലിയുടെ അർത്ഥം എന്താണ്? അടിവരയിട്ട ശൈലി ഏതാണ്? കുടത്തിലെ വിളക്കിനോട് എന്നതാണ് അടിവരയിട്ട ശൈലി. അപ്പം ഈ അടിവരയിട്ട ശൈലിയുടെ അർത്ഥം എന്താണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് നോക്കാം. എ കുടത്തിനകത്തെ വിളക്ക്, ബി കാണാനാവാത്ത വിളക്ക്, സി പുറമേ കാണാത്ത യോഗ്യത, ഡി അണയാത്ത ദീപം. ഏതാണ്? പുറമേ കാണാത്ത യോഗ്യത. ഓപ്ഷൻ സി പുറമേ കാണാത്ത യോഗ്യതയാണ് ഈ ശൈലിയുടെ അർത്ഥമായിട്ട് വരുന്നത്. എന്തിൻ്റെയാണ്? കുടത്തിലെ വിളക്കിനോട്, അദ്ദേഹത്തിൻ്റെ നന്മകൾ കുടത്തിലെ വിളക്കിനോട് തുല്യപ്പെടുത്താനാകും എന്ന് പറഞ്ഞാൽ പുറമേ കാണാത്ത യോഗ്യത എന്നാണ് അതിനർത്ഥം. അടുത്ത ചോദ്യം നോക്കാം. ചാലേ മാലിനിയും മരാളമിഥുനം മേവും മണൽ തിട്ടയും. ഇവിടെ അരയന്നം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ച പദമേതാണ്? എന്താണ്? ചാലേ മാലിനിയും മരാളമിഥുനം മേവും മണൽത്തിട്ടയും. ഇവിടെ അരയന്നം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ച പദമേതാണ്? അരയന്നം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചത് മരാളം എന്ന പദമാണ്. എന്താണ്? അരയന്നം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ച പദമേതാണ്? മരാളം. അടുത്ത ചോദ്യം, ഋഗ്വേദം എന്ന പദം പിരിച്ചെഴുതുക. ചോദിക്കാൻ സാധ്യതയുള്ളതാണ്, ചോദിച്ചിട്ടുള്ളതാണ്. ഋഗ്വേദം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് പിരിച്ചെഴുതുന്നത്? ഋഗ് അധികം വേദമാണ് ഋഗ്വേദം. ഋഗ് അധികം വേദമാണ് ഋഗ്വേദം. അടുത്ത ചോദ്യം, ശരിയായ വാക്യം കണ്ടെത്തുക. ചോദ്യം എന്താണ്? ശരിയായ വാക്യം കണ്ടെത്താനാണ്. ആദ്യം ലക്ഷ്മണനും സീത പിന്നെയും എത്തി. മാതാപിതാക്കളെ സ്നേഹിക്കാൻ ഓരോ കുട്ടികൾക്കും കഴിയണം. സുന്ദരിയായ അയാളുടെ ഭാര്യയെ ക്ഷേത്രത്തിൽ വെച്ചു കണ്ടു. ആവർത്തിച്ചു പറഞ്ഞതിനു ശേഷമാണ് കുട്ടികൾക്ക് കാര്യം മനസ്സിലായത്. ഇതിൽ ശരിയായിട്ടുള്ള വാക്യം ഏതാണ്? ആവർത്തിച്ചു പറഞ്ഞതിന് ശേഷമാണ് കുട്ടികൾക്ക് കാര്യം മനസ്സിലായത്. ബാക്കിയെല്ലാം ശരിയല്ലല്ലേ? ബാക്കി വാക്യങ്ങളിലൊക്കെ ഒരുപാട് തെറ്റുകൾ നമുക്ക് കണ്ടെത്താനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നന്നായി ഒന്ന് വായിച്ചു നോക്കിയാൽ ഇത്തരം വാക്കുകൾ നമുക്ക് ശരിയായ വാക്യം കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. ഇവിടെ ശരിയായിട്ടുള്ളത് ആവർത്തിച്ചു പറഞ്ഞതിന് ശേഷമാണ് കുട്ടികൾക്ക് കാര്യം മനസ്സിലായത്. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. അടുത്ത ചോദ്യം എന്താണ്? ചിത് അധികം രൂപം ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ചിത് അധികം രൂപം ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ചിത് അധികം രൂപം ചേർത്തെഴുതുമ്പോൾ ചിദ്രൂപം എന്നാണ് വരുന്നത് കേട്ടോ. ചിത് അധികം രൂപം ചേർത്തെഴുതുമ്പോൾ ചിദ്രൂപം എന്നാണ് വരുന്നത്. അടുത്ത ചോദ്യം, പുട്ട് ഓൺ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ മലയാള പരിഭാഷ എന്താണ്? എന്താണ് പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ? പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നാണ്. പുട്ട് ഓൺ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ മലയാള പരിഭാഷ ധരിക്കുക എന്നതാണ്. അടുത്ത ചോദ്യം നോക്കുന്നതിന് മുൻപ് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും കൂടി ഒന്ന് റിവൈസ് ചെയ്യാം. വ്യയം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? വ്യയം എന്ന പദത്തിൻ്റെ വിപരീത പദം ആയമാണ്. വ്യയം ആയം. ഋജുവിൻ്റെ ഭാവം എന്നതിൻ്റെ ഒറ്റപ്പദം ആർജവമാണ്. ഋജുവിൻ്റെ ഭാവമാണ് എന്ത്? ആർജവം. ഋജുവിൻ്റെ ഭാവം എന്നതിൻ്റെ ഒറ്റപ്പദമാണ് ആർജവം. അദ്ദേഹത്തിൻ്റെ നന്മകൾ കുടത്തിലെ വിളക്കിനോട് തുല്യപ്പെടുത്താനാകും. കുടത്തിലെ വിളക്ക് എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം പുറമേ കാണാത്ത യോഗ്യത എന്നതാണ്. ചാലേ മാലിനിയും
മരാളമിഥുനം മേവും മണൽത്തിട്ടയും. ഇവിടെ അരയന്നം എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ച പദം ഏതാണ്? മരാളം എന്ന പദമാണ് അരയന്നം എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ച പദം. ഋഗ്വേദം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഋഗ്വേദം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഋഗ് അധികം വേദം, ഇതാണ് ഋഗ്വേദം. അടുത്തത് ശരിയായ വാക്യം കണ്ടെത്താനായിരുന്നു. ഇവിടെ ഡി ആയിരുന്നു ശരി. ആവർത്തിച്ചു പറഞ്ഞതിന് ശേഷമാണ് കുട്ടികൾക്ക് കാര്യം മനസ്സിലായത്. ഇനി ചിത് അധികം രൂപം, അത് ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ചിദ്രൂപമാണ് കേട്ടോ. ചിത് അധികം രൂപം ചേർത്തെഴുതുമ്പോൾ ചിദ്രൂപമാണ്. പുട്ടോൺ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ മലയാള പരിഭാഷ ഏതാണ്? പുട്ടോൺ എന്ന ഇംഗ്ലീഷ് പ്രയോഗത്തിൻ്റെ മലയാള പരിഭാഷ ധരിക്കുക എന്നതാണ്. അടുത്ത ചോദ്യം, ഛത്രം എന്ന പദത്തിൻ്റെ പര്യായം. അതേത് പദത്തിൻ്റെ പര്യായമാണ് ഛത്രം? ഛത്രം എന്ന പദം ഏതിൻ്റെ പര്യായമാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നോക്കാം ഛത്രം എന്ന പദം ഏതിൻ്റെ പര്യായമാണെന്ന്. ഓപ്ഷൻസ് ഉണ്ട്. കുടം, വടി, കുട, പരിച. ഇതിലേതാണ് ഛത്രം എന്ന പദം ഇതിലേതിൻ്റെ പര്യായമാണ്? കുടയുടെ പര്യായമാണ് എന്ത്? ഛത്രം. ഛത്രം എന്ന പദം ഏതിൻ്റെ പര്യായമാണ്? കുടയുടെ പര്യായമാണ്. അടുത്ത ചോദ്യം, പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തത് ഏതാണെന്നാണ് ചോദ്യം. ശ്രദ്ധിക്കുക, പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തത്. പൂജക ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്തത് ഇതിലേതാണ്? പ്രസംഗകർ എന്ന വാക്കാണ്. വൈദ്യർ, പണിക്കർ, ജ്യോത്സ്യർ ഇതൊക്കെ എന്താണ്? പൂജക ബഹുവചനമാണ്. ഇവിടെ പ്രസംഗകർ എന്നതാണ് പൂജക ബഹുവചനത്തിൻ്റെ ഉദാഹരണം അല്ലാത്തത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മുടെ PSCക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ചോദ്യമാണെന്ന് തോന്നിയിട്ടുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പലതരത്തിൽ ഈ ഒരു ചോദ്യം വരും. ഇവിടെ ചോദ്യം ഇതാണ്, കവി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? കവി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം ഏതാണ്? കവയിത്രി. ഇതാണ് ശരിയായിട്ടുള്ളത്. കവയിത്രി, ഇതാണ് കവി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം. നമ്മൾ തെറ്റിക്കാനേ പാടില്ല, പഠിച്ചു വെച്ചോളൂ. PSC ഏതെങ്കിലുമൊക്കെ പരീക്ഷയിൽ ചോദിക്കും. കാരണം PSC മിക്കപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, കവി എന്ന പദത്തിൻ്റെ സ്ത്രീലിംഗ രൂപം കവയിത്രിയാണ്. ഇനി മന്ദം എന്ന പദത്തിൻ്റെ വിപരീത പദം എന്താണ്? മന്ദം എന്ന പദത്തിൻ്റെ വിപരീത പദം ഏതാണ്? മന്ദത്തിൻ്റെ വിപരീത പദമാണ് ദ്രുതം. ദ്രുതം, മന്ദം. മന്ദത്തിൻ്റെ വിപരീത പദമാണ് ദ്രുതം. അടുത്ത ചോദ്യം, ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻസിൽ കലവറ, തടവറ, നിലവറ, മണവറ, ഇതിൽ ലോപസന്ധിയുടെ ഉദാഹരണം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ കലവറ, തടവറ, നിലവറ, മണവറ, ഇതിൽ ലോപസന്ധിയുടെ ഉദാഹരണം ഏതാണ്? തടവറയാണ് ലോപസന്ധിയുടെ ഉദാഹരണം. ഓപ്ഷൻ എ ആണ്, രണ്ടാമത്തതാണ് ശരിയായിട്ടുള്ളത്, തടവറ. അടുത്തത്, നശിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി ഏതാണ്? നശിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി കച്ച കെട്ടുക, കുളം കോരുക, ചെമ്പു തെളിയുക, പട്ടം പൊളിയുക. ഇതിലേതാണ് നശിപ്പിക്കുക എന്നർത്ഥം വരുന്നത്? കുളം കോരുക എന്നതാണ് നശിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി. ഏതാണ്? കുളം കോരുക എന്നതാണ് നശിപ്പിക്കുക എന്നർത്ഥം വരുന്ന ശൈലി. അടുത്തത് എന്താണ്? ശരിയായ വാക്യം ഏതാണ്? ഈ തന്നിട്ടുള്ള ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള വാക്യം ഏതാണ്? നമുക്ക് ഓപ്ഷൻസ് വായിച്ചു നോക്കാം. രാജു 4 പേനകൾ വാങ്ങി. രാജു പേനകൾ 4 വാങ്ങി. രാജു 4 പേന വാങ്ങി. രാജു വാങ്ങി പേനകൾ 4. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? ഇതിൽ ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. എന്താ? രാജു 4 പേന വാങ്ങി. ഏതാണ്? രാജു 4 പേന വാങ്ങി. ഇതാണ് ശരിയായിട്ടുള്ളത്. ഇവിടെ നോക്കിക്കേ, 4 പേനകൾ, ഇത് തെറ്റാണ്. രാജു പേനകൾ 4 വാങ്ങി, തെറ്റാണ്. രാജു വാങ്ങി പേനകൾ 4, അതും തെറ്റാണ്. ഇവിടെ ശരി, രാജു 4 പേന വാങ്ങി എന്നതാണ് ശരി. ഏതാണ് ശരി? രാജു 4 പേന വാങ്ങി എന്നതാണ് ശരിയായിട്ടുള്ള വാക്യം. രാധ എന്ന പെൺകുട്ടി, ഈ വാക്യത്തിൽ അടിവരയിട്ട പദം ഏതാണ്? അടിവരയിട്ടിട്ടുള്ളത് എന്ന പദമല്ലേ? അത് അടിവരയിട്ട പദം ഏതാണ്? ഗതി, കേവലം, വ്യാക്ഷേപകം, ഘടകം. ഏതാണ്? എന്ന ആ പദം
ഘടകമാണ്. അതും നമുക്ക് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് അത്തരം കാര്യങ്ങൾ എടുക്കാം കേട്ടോ, ഗ്രാമറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കാം. ഇവിടെ രാധ എന്ന പെൺകുട്ടി, അടിവരയിട്ട എന്ന പദം എന്താണ്? അതൊരു ഘടകമാണ്. പുരോഗമനേച്ഛ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? പുരോഗമനേച്ഛ പിരിച്ചെഴുതുമ്പോൾ പുരോഗമന അധികം ഇച്ഛയാണ് പുരോഗമനേച്ഛ. പുരോഗമന അധികം ഇച്ഛ. ഓപ്ഷൻ ബി ആണ് ശരി. മക്ഷിക എന്നതിന് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദം ഏതാണ്? മക്ഷിക. മക്ഷികയ്ക്ക് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദമാണ് ഈച്ച. മക്ഷികയ്ക്ക് സമാനമായിട്ട് ഉപയോഗിക്കുന്ന പദം ഏതാണ്? ഈച്ചയാണ്. മക്ഷികയ്ക്ക് സമാനമായിട്ടുള്ള പദം ഈച്ച. ആളേറിയാൽ പാമ്പ് ചാകില്ല. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ചിഹ്നം ഏതാണെന്നറിയാമോ? ആളേറിയാൽ പാമ്പു ചാകില്ല. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ചിഹ്നം ബിന്ദുവാണ്. ആളേറിയാൽ പാമ്പു ചാകില്ല. ഈ വാക്യത്തിൽ ഉപയോഗിച്ചിട്ടുള്ള ചിഹ്നം ഏതാണ്? ബിന്ദുവാണ്. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിൽ ഇന്നത്തെ ക്ലാസ്സിൽ മലയാളത്തിൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയിട്ടുള്ളത്. കൂടുതൽ ഇൻഫർമേറ്റീവായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.